ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 2025 കെമിസ്ട്രി സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആറാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞു നമ്മുടെ ബൊറൈൻസ് ആൻഡ് കാർബൊറൈൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെയ്റ്റ്സ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള സെയിം ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ പ്രാവശ്യത്തെയും സെറ്റ് എക്സാമിന് ഷുവർ ആണ് ഒന്നല്ലെങ്കിൽ രണ്ട് ചോദ്യം വെയ്റ്റ്സ് റൂൾ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഷുവർ ചോദ്യമാണ്. നമ്മൾ എക്സാമിന് മുന്നേ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതും മിക്കവാറും എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നിഡോബൊറൈൻ? തന്നിട്ടുള്ളതിൽ നിഡോബൊറൈനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. B9 H9 6- ആണോ, B4 H10 ആണോ, B5 H9 ആണോ, B6 H6 2- ആണോ? ഇതിലേതാണ് നിഡോബൊറൈന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബൊറൈൻസിനെ 4ആയിട്ടല്ല, ആക്ച്വലി 6ആയിട്ടും 7ആയിട്ടും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോർമലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 4ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് വെച്ചിട്ടായിരിക്കും സാധാരണ എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം പ്രധാനമായിട്ടും ബൊറൈൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ക്ലോസോ, നീഡോ, ആരക്കനോ, ഹൈപ്പോ, ഇങ്ങനെയാണ് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് അവരുടെ ജനറൽ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അത് ബേസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഒന്നാമത്തത് ക്ലോസോ ബൊറൈൻസ്. ക്ലോസോ ബൊറൈൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊതുവായിട്ടുള്ള ഫോർമുല വരുന്നത് BnHn+2 അല്ലാന്നുണ്ടെങ്കിൽ BnHn2-. രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക. ഒന്നെങ്കിൽ BnHn+2 എന്ന് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ BnHn2- എന്ന് റെപ്രസെന്റ് ചെയ്യാം ക്ലോസോയെ. അടുത്ത നിഡോയിലേക്ക് വരുമ്പോൾ നിഡോയിനെ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? ഒന്നെങ്കിൽ BnHn+4 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ BnHn4- എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നിഡോയെ. ഇനി അരക്കനോ വരുമ്പോഴത്തേനോ BnHn+6 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ BnHn6- എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അരക്കനോയും റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ഹൈപ്പോ വരുമ്പോഴത്തേനോ BnHn+8 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ BnHn8- എന്ന് റെപ്രസെന്റ് ചെയ്യാം. കേട്ടോ, അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ക്ലോസോ, നീഡോ, ഹൈപ്പോ ആൻഡ് അരക്കനോ സ്ട്രക്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അവരുടെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസോ BnHn2- അല്ലെങ്കിൽ BnHn+2. ദെൻ നിഡോ വരുമ്പോൾ BnHn+4 അല്ലെങ്കിൽ BnHn4-. അരക്കനോ വരുമ്പോൾ BnHn+6 അല്ലെങ്കിൽ BnHn6-. ആൻഡ് ഹൈപ്പോ വരുമ്പോൾ BnHn+8 അല്ലെങ്കിൽ BnHn8- എന്ന് വരും. ഓക്കെ, ആൻഡ് ഓരോരുത്തരുടെ കേസിലും സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസും കൂടെ പഠിച്ചു വെച്ചേക്കണം. അത് ബേസ്ഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് സാധാരണ സെറ്റ് എക്സാംസിന് വരാറുണ്ട്. ക്ലോസോയ്ക്കകത്ത് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം N+1 ആണ്. നിഡോ വരുമ്പോൾ അത് N+2 ആവും. അരക്കനോ വരുന്ന സമയത്ത് അത് N+3 പെയർസ് ആവും. ആൻഡ് ഹൈപ്പോ വരുന്ന സമയത്ത് അത് N+4 ആവും. ഓക്കെ, ഈ N എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പോൾ ജനറൽ ഫോർമാറ്റ്, ഇപ്പം ഒരു ക്ലോസോയുടെ സ്ട്രക്ചർ B6 H6 2- ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് എന്താണ്? N-ന്റെ വാല്യൂ 6 ആണ്. അപ്പം 6+1 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ്, അല്ലെങ്കിൽ അവിടുത്തെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം 7 ആണെന്ന് പറയാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ B6 H6 4- എന്നായി കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എന്താ? അവര് നിഡോ സ്ട്രക്ചർ ആണ്. നിഡോ സ്ട്രക്ചർ വരുമ്പോൾ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം എത്രയാ? N+2 ഇലക്ട്രോൺ പെയർസ് ആണ്. ആൻഡ് ഇവിടെ N-ന്റെ വാല്യൂ എന്താ? 6. സോ 6+2 8 ഇലക്ട്രോൺ പെയർസ് ആണ്. B6 H6 4- വരുന്ന സമയത്ത് സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ്. B6 H6 2- വരുന്ന സമയത്ത് 7 ഇലക്ട്രോൺ പെയർസ് ആയിരുന്നു. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസും ഓരോ സ്ട്രക്ചേഴ്സിന്റെയും കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നിഡോബൊറൈൻ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, ആദ്യത്തെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് B9 H9 6- എന്നാണ്. 6- എന്ന് വരുന്നത് ആരുടെ ജനറൽ ഫോർമുലയാണ്? ആരക്കനോ ബൊറൈൻസിന്റെ ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആള് ആരക്കനോ ബൊറൈൻസിന്റെ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ ആള് B4 H10 ആണ്. B4 H10 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? B4
H4+6 എന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. 4ന്റെ കൂടെ 6 കൂട്ടുമ്പോഴല്ലേ 10 കിട്ടുക. അപ്പം B4H4+6 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് BnHn+6 ഫോർമാറ്റിൽ കിടക്കുന്ന ആളാണ് രണ്ടാമത്തെ ആള്. n+6 എന്ന് പറയുമ്പോൾ അതാരാണ്? അരക്കനോ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഏത് സ്ട്രക്ചർ ആണ്? അരക്കനോ സ്ട്രക്ചേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത ആളെ നോക്കിക്കേ, B5H9. B5H9 നമുക്ക് എങ്ങനെ എഴുതാം? B5H5+4 എന്ന് എഴുതാം അല്ലെ. അതായത് B5H5+4നെ BnHn+4 എന്ന് എഴുതാം. n+4 ഫോർമാറ്റിൽ വരുന്നത് ആരാണ്? നിഡോയാണ്. സോ ഇയാള് ഏത് സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലായി? നിഡോ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്ത ആളെ നോക്കിക്കേ, B6H6 2- വരുന്നത് ആരാണ്? ക്ലോസോയാണ്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളതിൽ നിഡോ ആരായിരുന്നു എന്നാണ് ചോദ്യം. ആർക്ക് മാത്രമേ ഉള്ളൂ നിഡോ സ്ട്രക്ചർ? ഓപ്ഷൻ സി. ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ആയിട്ട് അടുത്ത പ്രാവശ്യം എന്തായാലും വെയ്റ്റ്സ് റൂൾ റിലേറ്റഡ് ആയിട്ട് 1-2 ചോദ്യം ഉണ്ടായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ട് കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വെയ്റ്റ്സ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം നോക്കാം. Dimethyl glyoxame reagent is used to test the presence of which ion in alkaline medium? അപ്പം ഈ ഡൈമീഥൈൽ ഗ്ലയോക്സൈം റിയേജന്റ് എന്ന് പറയുന്നത് ആൽക്കലൈൻ മീഡിയത്തിൽ എന്തിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിയേജന്റിനെ യൂസ് ചെയ്യുന്നത്? ഇതായിരുന്നു ചോദ്യം. Fe3+ന്റെ പ്രസൻസ് ആണോ, Ba2+ന്റെ പ്രസൻസ് ആണോ, Ni2+ന്റെ പ്രസൻസ് ആണോ, Al3+ന്റെ പ്രസൻസ് ആണോ? ഇതിൽ ആരുടെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡൈമീഥൈൽ ഗ്ലയോക്സൈം റിയേജന്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതായിരുന്നു ചോദ്യം. ഓക്കെ, ആരെയായിരുന്നു? നിക്കലിന്റെ പ്രസൻസ്, Ni2+ അയോൺസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. Dimethyl glyoxame reagent is used to test for the presence of Ni2+ ions in an alkaline medium, forming a distinctive bright red precipitate of nickel dimethyl glyoxame complex. നമ്മൾ നിക്കൽ കോംപ്ലക്സിനകത്തേക്ക് ഈ ഡൈമീഥൈൽ ഗ്ലയോക്സൈം റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റെഡ് കളർ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതായത് അത് നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സൈം കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന്റെ പ്രസൻസ് ആയിട്ടാണ് ആ ഒരു റെഡ് കളർ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഡൈമീഥൈൽ ഗ്ലയോക്സൈം റിയേജന്റ് എന്ന് പറയുന്നത് നിക്കൽ Ni2+ അയോൺസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യം നമുക്ക് ചിലപ്പം ചലഞ്ചിൽ ആൻസർ ഒന്നെങ്കിൽ ചിലപ്പോൾ ഡിലീഷൻ വരാൻ ചിലപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, ചിലപ്പം ഡിലീഷൻ വന്നേക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഞാനത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ലാന്തനൈഡ് ഷിഫ്റ്റ് റീജന്റ് യൂസ്ഡ് ഇൻ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ലാന്തനൈഡ് ഷിഫ്റ്റ് റീജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവരിൽ ആരാണ് എന്നാണ് ചോദ്യം. അപ്പം YbFOD ത്രൈസ്, ND DPM ത്രൈസ്, SMFOD ത്രൈസ്, EU DPM ത്രൈസ്, ഇത്രയായിരുന്നു ഓപ്ഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ EU DPM ത്രൈസ് ആയിരുന്നു. പക്ഷേ ഇവിടെ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ലാന്തനൈഡ് ഷിഫ്റ്റ് റീജന്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഒന്നെങ്കിൽ EU DPM ത്രൈസ് അല്ലെങ്കിൽ EU FOD ത്രൈസ്. ഇതിൽ ഈ രണ്ടുപേരെയാണ് നമ്മൾ മോസ്റ്റ് കോമൺലി NMR ഷിഫ്റ്റ് റീജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ടാളുകൾ. ലാന്തനൈഡ് ഷിഫ്റ്റ് റീജൻസ് ആയിട്ട് NMR സ്പെക്ട്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന രണ്ടാൾ. പക്ഷേ ഇവരെ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സമീറിയത്തിന്റെ കോംപ്ലക്സ് യൂസ് ചെയ്യാറുണ്ട്, ഇറ്റാബിയത്തിന്റെ യൂസ് ചെയ്യാറുണ്ട്, നിയോഡിമിയത്തിന്റെ യൂസ് ചെയ്യാറുണ്ട്, സീറിയത്തിന്റെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ യൂറോപ്യത്തിന്റെ മാത്രമല്ല ഇവരെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് യൂറോപ്യത്തിന്റെ കോംപ്ലക്സസ് ആണ്. യൂറോപ്യം DPM ത്രൈസും EU FOD ത്രൈസും ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ടുപേര്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നമ്മുടെ കീക്കകത്ത് ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത്. പക്ഷെ 4ഉം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 4 ആളുകളാണ് കേട്ടോ. അതുകൊണ്ട് ചിലപ്പം ഡിലീഷന് സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ 8ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പം അതിന്റെ റീസൺ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. EU FOD thrice and EU DPM thrice are particularly well known and frequently used in NMR spectroscopy for lanthanide shift reagents. Okay, അപ്പം അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം നോക്കാം. Which among the following is aromatic? 10-annuline, cyclobutadiene, cyclopropenyl anion, cyclopropenyl cation. Okay, അപ്പം നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് തന്നിട്ടുള്ളതിൽ
ആരോമാറ്റിക് ആയിട്ടുള്ള ആള് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, തന്നിട്ടുള്ളതിൽ ആരോമാറ്റിക് ആയിട്ടുള്ള സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഇതും നമ്മൾ എക്സാമിന് തൊട്ട് മുന്നേ ആയിട്ട് ആരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സെറ്റിന്റെ എക്സാമിന് ആരോമാറ്റിസിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം ഉണ്ട്. എല്ലാ വർഷവും ചോദിച്ചിരിക്കും. ഒന്നുകിൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ, അല്ലെങ്കിൽ ആന്റി ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ, അല്ലാന്നുണ്ടെങ്കിൽ നോൺ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ ഹോമോ ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, ഇതിൽ ഏതെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യം എല്ലാ തവണത്തെയും സെറ്റ് എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്യാവശ്യം ആ ഒരു ക്ലാസ് കണ്ട് ആരോമാറ്റിസിറ്റിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷുവർ ആയിട്ടും ഈ ഒരു ചോദ്യം ആൻസർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. 1, അവർ സൈക്ലിക് ആയിരിക്കണം. 2, അവർ പ്ലാനാർ ആയിരിക്കണം. 3, അവർ കോൺജുഗേറ്റഡ് ആയിരിക്കണം. 4, അവർ 4n+2 ഹക്കൽസ് റൂൾ ഒബേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾ മാത്രമേ ആരോമാറ്റിക് ബിഹേവിയർ കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ചിലപ്പം നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 4n+2 റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ 4n+2 റൂൾ ഒബേ ചെയ്യുന്നു എന്ന് കാണുന്ന ഉടനെ നമ്മൾ ചിലപ്പം ഇതാണ് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് വെച്ചിട്ട് അതങ്ങ് മാർക്ക് ചെയ്ത് വെക്കും. പക്ഷേ ആ 4n+2 റൂള് മാത്രം ഒബേ ചെയ്തത് കൊണ്ട് ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആവത്തില്ല. അത് സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ട് അത് 4n+2 റൂൾ ഒബേ ചെയ്താൽ മാത്രമേ അത് ആരോമാറ്റിക് ബിഹേവിയർ കാണിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള സ്പീഷീസുകളിൽ നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ സൈക്ലോ പ്രൊപ്പീനൈൽ കാറ്റയോൺ ഞാനൊന്ന് എടുക്കുകയാണ്. സൈക്ലോ പ്രൊപ്പീനൈൽ കാറ്റയോണിന്റെ സ്ട്രക്ചർ ഇതാണ്. സൈക്ലോ മെത്തേത്ത് പ്രൊപ്പീനൈൽ കാറ്റയോൺ. ഓക്കെ, അപ്പൊ ഇവരുടെ കേസിൽ ഞാൻ ഇയാൾ ആരോമാറ്റിക് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാണേ. അപ്പൊ ആദ്യം നോക്കേണ്ട കണ്ടീഷൻ, ഇവര് സൈക്ലിക് ആണോ? ഇവര് സൈക്ലിക് ആണോ? ആണ്. 3 മെമ്പേർഡ് ആയിട്ടുള്ള സൈക്ലിക് റിംഗ് ആണ്. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട കാര്യം ഇവര് പ്ലാനാർ ആണോ എന്നാണ്. ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാനാർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും sp2 ഹൈബ്രിഡൈസ്ഡ് ആണോ എന്ന് നോക്കുക. ഏതെങ്കിലും കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പ്ലാനാർ ആയിരിക്കത്തില്ല. അത് മാത്രമല്ല, കണ്ടീഷൻ ഒരു 95% ആളുകളിലും അത് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഇൻ കേസ് ചില മോളിക്യൂൾസ് എടുക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ പോലും അവർ അരോമാറ്റിക് ബിഹേവിയർ കാണിക്കത്തില്ല. 10 അനിലീനൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അവർക്ക് പ്ലാനാറിറ്റി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള എല്ലാം sp2 ആണെങ്കിൽ പോലും പ്ലാനാറിറ്റി ഇല്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ. ഇനി അല്ലാതെ ഇപ്പൊ ജനറൽ ആയിട്ടുള്ള കേസസിൽ ഞാൻ പറയുകയാണ്, പ്ലാനാർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണോ എന്ന് നോക്കുക. ഇപ്പൊ ഏതെങ്കിലും കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് എന്ന് കരുതുക. അതായത് ഇപ്പൊ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ നാട്ടെ ഇവിടെ 2 സിംഗിൾ ബോണ്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം അത് പ്ലാനാർ അല്ല എന്ന്. പക്ഷെ ഇവിടെ നോക്കിക്കേ, 2 സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നിട്ടുണ്ട് അല്ലെ. സോ പ്ലാനാർ ആണ്, അതും സാറ്റിസ്ഫൈ ചെയ്തു. അടുത്തത് കോൺജുഗേറ്റഡ് ആണോ എന്ന് നോക്കണം. കോൺജുഗേറ്റഡ് ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി പണ്ട് തൊട്ടേ പഠിച്ചു വെച്ചേക്കുന്ന എന്താ, ഓൾട്ടർനേറ്റീവ് സിംഗിൾ ഡബിൾ ബോണ്ട് വരുന്ന ഒരു സിസ്റ്റത്തിനെ നമുക്ക് കോൺജുഗേറ്റഡ് എന്ന് പരിഗണിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, 2 സിംഗിൾ ബോണ്ട് അടുത്ത് വന്നിട്ടുണ്ട്. ഓ, ഇത് കോൺജുഗേറ്റഡ് അല്ല എന്ന് നമ്മൾ തീരുമാനിക്കും. ഇത് അരോമാറ്റിക് അല്ല എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓൾട്ടർനേറ്റീവ് ആയിട്ട് സിംഗിൾ ഡബിൾ ബോണ്ട് വരണം എന്നില്ല. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പിന്നെ ഒരു പോസിറ്റീവ് ചാർജ് വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരികയാണ് എന്നുണ്ടെങ്കിലും നമുക്കതിനെ കോൺജുഗേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ് കോൺജുഗേറ്റഡ് ആണ്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, നെഗറ്റീവ് ചാർജ് കോൺജുഗേറ്റഡ് ആണ്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് കോൺജുഗേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ്, കോൺജുഗേറ്റഡിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ സിസ്റ്റം കോൺജുഗേറ്റഡ് ആണ്. ഇനി നാലാമത്തെ നോക്കാം. അവര് 4n+2 റൂൾ ഒബേ ചെയ്യുന്നു എന്ന് നോക്കണം. ഇവിടുത്തെ ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എത്രയാണ്? ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ. സോ 2 ഇലക്ട്രോൺസ്. ഓക്കെ, സോ 4n+2നകത്ത് എന്നിന്റെ വാല്യൂ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
4n+2ന്റെ വാല്യൂ എന്ത് കിട്ടി? 2 ഇലക്ട്രോൺസ്. ഇവിടെ മൊത്തത്തിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. സോ 4n+2 റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം സൈക്ലോ പ്രൊപ്പീനിൽ കാറ്റിയോണിന്റെ കേസിൽ ഈ പറയുന്ന 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവര് ആരോമാറ്റിക് ബിഹേവിയർ കാണിക്കുന്ന ആളാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സൈക്ലോ പ്രൊപ്പീനിയൽ കാറ്റിയോൺ ആണ്. ഇനി ടൈം പോകുന്നതുകൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. സൈക്ലോ പ്രൊപ്പീനിയൽ ആനിയോണിന്റെ കേസിൽ, അല്ലെങ്കിൽ സൈക്ലോ ബ്യൂട്ടാഡൈന്റെ കേസിൽ, അല്ലെങ്കിൽ 10 അനുലീന്റെ കേസിൽ ഇവർ 3 പേരും ഈ പറഞ്ഞ 4 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസേലും ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ 3 പേരും എന്തല്ല, അവർ 3 പേരും ആരോമാറ്റിക് അല്ല. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളതിൽ സൈക്ലോ പ്രൊപ്പീനിയൽ കാറ്റിയോൺ മാത്രമേ ആരോമാറ്റിക് ഉള്ളൂ. അതിന്റെ മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ ഷോർട്ട് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് ഡൗട്ട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കണ്ടു നോക്കിയാൽ മതി, ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ക്ലിയർ ആണല്ലോ? ഇത് ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 10ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു, ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി Ka വാല്യൂ ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. അപ്പൊ തന്നിട്ടുള്ള 4 കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ 4 കോമ്പൗണ്ട്സിൽ Ka വാല്യൂന്റെ ഓർഡർ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് Ka വാല്യൂ Pka വാല്യൂവും തമ്മിലുള്ള റിലേഷൻ അറിയാം. Pka ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് Ka ആണ് അല്ലെ. അപ്പൊ Kaയും Pkaയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ. Pka ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് Ka ആണ്. അപ്പൊ Kയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ Pkയുടെ വാല്യൂ കുറയും അല്ലെ, അല്ലെങ്കിൽ Kയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ Pkയുടെ വാല്യൂ കൂടും അല്ലെ. ഇനി Pkaയും അസിഡിറ്റിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? Pka വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി കുറയും. ഓക്കെ, Pka വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും. അപ്പൊ Pkaയും അസിഡിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ Kaയും അസിഡിറ്റിയും തമ്മിൽ എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. Ka വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും, Ka വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി കുറയും. ഓക്കെ, അപ്പൊ Ka വാല്യൂയുടെ ക്രമത്തിൽ ഇവരെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്? ഇവരുടെ അസിഡിറ്റിയുടെ ക്രമത്തിൽ ഇവരെ അറേഞ്ച് ചെയ്യുക എന്നാണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ അസിഡിറ്റിയുടെ ഓർഡർ കണ്ടുപിടിക്കുക. അതായത് കുറഞ്ഞതിൽ നിന്നും കൂടിയ ക്രമത്തിലേക്ക് എങ്ങനെയാണ് ഇവരുടെ അസിഡിറ്റി വേരി ചെയ്യുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ നോക്കാം കുറച്ച് കാര്യങ്ങൾ. The electron withdrawing group increases the strength of acids and electron donating group decreases the acid strength. Usually ഒരു കോമ്പൗണ്ടിലേക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് അത് അവരുടെ ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കും. അതേസമയം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരെ ആസിഡ് സ്ട്രെങ്തിനെ ഡിക്രീസും ചെയ്യിക്കും. ഓക്കെ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർ ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കും. ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർ ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള CH3, NH2, OCH3 ഒക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്, അവർ തീർച്ചയായിട്ടും ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യിക്കും. അതേസമയം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ഹാലജൻസ് അല്ലെങ്കിൽ NO2 അല്ലെങ്കിൽ CN ഒക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് കൂടും, ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് കുറയും. ഓക്കെ, ഇനി OH ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ OH ഗ്രൂപ്പ് മാത്രമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം പൊതുവെ വീക്ക് ആസിഡ്സ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ദ പ്രസൻസ് ഓഫ് an electron withdrawing group along with OH group increases acid strength. പക്ഷേ വീക്ക് ആസിഡ് ആയിട്ടുള്ള OH വരുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അതായത് NO2 അല്ലെങ്കിൽ CN അല്ലെങ്കിൽ ഹാലജൻസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആ ഒരു സ്പീഷീസിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവരെന്തിന് സഹായിക്കും? ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഇവിടെ ഇപ്പോൾ ആദ്യത്തെ സ്പീഷീസിൽ OH മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം അത് വീക്ക് ആസിഡ് ആയിട്ടായിരിക്കും ആക്ച്വലി ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ OHന്റെ കൂടെ ദാണ്ടെ ഒരു NCH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അടുത്ത കേസിൽ COOHന്റെ കൂടെ ഒരു NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കേസിൽ ഒരു സൈക്ലിക് ആയിട്ടുള്ളതല്ല, സൈക്ലിക് അല്ലാത്ത ഒരു കോമ്പൗണ്ട് ആണ്. സൈക്ലിക് ആയിട്ടുള്ള ഒരു COOH കാർബോക്സിലിക് ആസിഡ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ OHനെ പോലെ തന്നെയാണ് COOHന്റെ കേസും കേട്ടോ. OHന്റെ സെയിം കേസ് തന്നെയാണ് COOHന്റെ കേസും. COOHന്റെ കേസിലും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ COOH മാത്രമായിട്ട് വരുന്ന സമയത്ത് യൂഷ്വലി ആസിഡ് സ്ട്രെങ്ത്തിൽ എന്താണ്
ആസിഡ് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളായിട്ടുള്ള NO2 ഗ്രൂപ്പ് അല്ലെങ്കിൽ CN അല്ലെങ്കിൽ ഹാലജൻസ് വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആസിഡ് സ്ട്രെങ്ത് അത് ഇംപ്രൂവ് ചെയ്യിക്കും. ഓക്കെ, COOH മാത്രം വരുന്ന സമയത്ത് ആസിഡ് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ ഈ പറയുന്ന പോലെ NO2 അല്ലെങ്കിൽ ഹാലജൻസ് അല്ലെങ്കിൽ CN പോലെയുള്ള ആളുകൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആസിഡ് സ്ട്രെങ്ത് നല്ല പോലെ കൂടും. അപ്പൊ ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ നോക്കിക്കുക, ഓൾറെഡി COOH ഗ്രൂപ്പ് ഉണ്ട്, അത് കൂടാണ്ട് ഒരു NO2 ഗ്രൂപ്പ് കൂടി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? നല്ല പോലെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആസിഡ് സ്ട്രെങ്ത് ഉള്ള സ്പീഷീസ് ആയിട്ട് വരുന്നത് ആരാണ്? ആ മൂന്നാമത്തെ ആളാണ്. ഓക്കെ, മൂന്നാമത്തെ ആൾക്കാണ് ഏറ്റവും ആസിഡ് സ്ട്രെങ്ത് വരുന്നത്. ഓക്കെ, ദെൻ COOH-നാണ് ആസിഡ് സ്ട്രെങ്ത് കൂടുതൽ എന്ന് പറഞ്ഞു. വീണ്ടും ഒരു COOH ഗ്രൂപ്പ് വരുന്ന ആളുണ്ടല്ലോ, ആരാ? നാലാമത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത് ആരാണ്? നാലാമത്തെ ആളാണ് അടുത്തത് വരുന്നത്. ഓക്കെ, അപ്പൊ കാർബോക്സിലിക് ആസിഡിന് ആസിഡ് സ്ട്രെങ്ത് കൂടുതലാണ്, അതിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നപ്പോൾ അത് ഫർദർ എൻഹാൻസ് ചെയ്തു. ഓക്കെ, സോ ഇയാൾക്കാണ് ഫസ്റ്റ് പൊസിഷൻ. അടുത്തത് സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ളത് നാലാമത്തെ കാർബോക്സിലിക് ആസിഡിനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എത്തനോയിക് ആസിഡിനാണ് വന്നിട്ടുള്ളത്. അടുത്തത് വരുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു ഇവിടെ NH2 ഗ്രൂപ്പ് വരുന്നതിന് അനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു? ഫർദർ ഡിക്രീസ് ചെയ്യുന്നു അല്ലെ. NH2 ഗ്രൂപ്പ് അല്ലെ NCH3 ഗ്രൂപ്പ് ഒക്കെ വരുന്നതിനനുസരിച്ച് അവർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, അവർ എന്ത് ചെയ്യും? ആസിഡ് സ്ട്രെങ്ത്തിനെ ഡിക്രീസ് ചെയ്യിക്കും. അപ്പം ഇവിടെ NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്ത് ചെയ്യും? ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ ഏറ്റവും കുറവ് വരുന്നത് ആർക്കാണ്? ഈ ആൾക്കാണ്. ഓക്കെ, ആൻഡ് അതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതലായിരിക്കും ആർക്ക്? OH. കാരണം ഇനി ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചർ കുറച്ചും കൂടെ ഫിനോക്സൈഡിന്റെ ആണ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത് കമ്പയർഡ് ടു ഇതോക്സൈഡ്. ഓക്കെ, അപ്പൊ അതിനെക്കാട്ടിൽ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത് ഫിനോക്സൈഡ് കാറ്റയോണിന്റെ കേസിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഡർ വരുന്നത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആൾ ഇതാണ്. കാരണം ഇവിടെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ആസിഡ് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് വരുന്ന ആള് നാലാമത്തെ ആള് കാർബോക്സിലിക് ആസിഡ് തന്നെ, അസൈക്ലിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇവരാണ്. ഏറ്റവും കുറവ് വരുന്നത് ആർക്കാണ്? NH2 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു. സോ അവരാണ് ആസിഡ് സ്ട്രെങ്തിനെ ഏറ്റവും റെഡ്യൂസ് ചെയ്യുന്നവർ. സോ ഓപ്ഷൻ A ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് നോക്കുക കേട്ടോ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നിടത്ത് ആസിഡ് സ്ട്രെങ്ത് കൂടും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്നിടത്ത് ആസിഡ് സ്ട്രെങ്ത് കുറയും. അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് ആൻസറിലോട്ട് എത്തപ്പെടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യം വന്നാൽ. പിന്നെ ഇവിടെ KAയുടെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. KAയുടെ ഓർഡർ എന്ന് പറയുന്നത് ആസിഡ് സ്ട്രെങ്ത്തിന്റെ ഓർഡർ തന്നെയാണ്. ആസിഡ് സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് KA കൂടുന്നു, അല്ലെ ആസിഡ് സ്ട്രെങ്ത് കുറവാണെങ്കിൽ KA കുറവാണ്. പക്ഷെ PKയുടെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഓർഡർ നേരെ തിരിഞ്ഞു വന്നേനെ. കാരണം PKയുടെ വാല്യൂയും ആസിഡ് സ്ട്രെങ്തും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം നോക്കാം. ഹോഫ്മാൻ റൂൾ predict the outcome of E2 elimination as. അപ്പം ഹോഫ്മാൻ റൂൾ പ്രകാരം നമ്മുടെ E2 എലിമിനേഷന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദ്യം. ഹോഫ്മാൻ എലിമിനേഷൻ റിയാക്ഷൻ വഴിയാണ്. അപ്പൊ നോക്കുക, ഹോഫ്മാൻ റൂൾ പ്രകാരമുള്ള പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണോ, ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണോ, നോ ഡബിൾ ബോണ്ട് ഈസ് ഫോംഡ് ആണോ, മോർ ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണോ? എന്താണ് ഹോഫ്മാൻ റൂൾ പ്രകാരം എലിമിനേഷൻ പ്രൊഡക്റ്റ്, E2 എലിമിനേഷൻ പ്രൊഡക്റ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ സെയ്റ്റ്സഫ് റൂളും ഹോഫ്മാൻ റൂളും പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് വരാം, അതിനുശേഷം ആൻസറിലോട്ട് പോകാം. നോക്കിക്കേ, സെയ്റ്റ്സഫ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് റൂൾ ദ ഹൈഡ്രജൻ ഈസ് എലിമിനേറ്റഡ് പ്രിഫറൻഷ്യലി ഫ്രം ദ കാർബൺ ആറ്റം which has less number of hydrogen atom and so the highly substituted alkene is the major product. സെയ്റ്റ്സഫ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എലിമിനേഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹൈഡ്രജനെ എവിടെ നിന്നും എലിമിനേറ്റ് ചെയ്യണം എന്ന്, എവിടെയാണോ ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളത് അവിടെ നിന്ന് വേണം ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പൊ സെയ്റ്റ്സഫ് റൂളുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ്സ് ആണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ഹൈഡ്രജൻ ഈസ് എലിമിനേറ്റഡ് ഫ്രം പോയിന്റ് വിച്ച് കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ നമ്പർ കുറവുള്ളിടത്തു നിന്ന് വേണം ഹൈഡ്രജനെ റിമൂവ് ചെയ്യാനായിട്ട്. ആൻഡ് രണ്ടാമത് ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഇവിടെ ഫോം ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്, നോക്കിക്കേ നിങ്ങൾ. ഇതാണ് നമ്മുടെ സ്പീഷീസ് CH3, CH2, CHCl, CH3. അപ്പൊ എലിമിനേഷൻ ആണ്. ഇവിടുന്ന് ഒരു HCl എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ HCl എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ
എച്ച് ഇവിടുന്നും സി എൽ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് എച്ച് സി എൽ പോവാം, അല്ലെങ്കിൽ എച്ച് ഇവിടുന്നും സി എൽ എലിമിനേറ്റ് ചെയ്ത് ഇവിടുന്ന് എച്ച് സി എൽ പോവാം. ഓക്കെ, ഇവിടുന്ന് എച്ച് സി എൽ പോവാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, ഇവിടുന്ന് എച്ച് സി എൽ പോവുകയാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. പക്ഷെ ഏതാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല, ഏതാണ് മേജർ പ്രൊഡക്റ്റ് നമുക്ക് അറിയത്തില്ല. അപ്പൊ സെയ്റ്റ്സഫ് റൂൾ പ്രകാരമാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രഡിക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹൈഡ്രജൻ കുറവുള്ളിടത്ത് നിന്ന് ഹൈഡ്രജനെ കളയണം. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ കുറവുള്ളത് എവിടെയാണ്, ഇവിടെയാണ് ഹൈഡ്രജൻ കുറവുള്ളത്. അപ്പൊ ഇവിടുന്ന് എച്ച് സി എൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല, ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഈ സൈഡിലോട്ട് 2 ഡബിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ടിന് ഇപ്പുറത്തോട്ട് 2 ആളുകളുണ്ട്, ഇപ്പുറത്തോട്ട് 2 ആളുകളുണ്ട്. പക്ഷെ ഇവിടുത്തെ കേസിലോ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആണ് നമുക്ക് സെയ്റ്റ്സഫ് റൂൾ പ്രകാരം മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഹോഫ്മാൻ റൂളിൽ എന്താണ് പറയുന്നത് നോക്കിക്കേ. According to the Hoffman rule, in cases of asymmetrical amines, the major alkene product formed is the least substituted alkene. And this contrasts with the Seitz-Zaff rule, which favors the more substituted alkene. അപ്പം നമ്മൾ ഹോഫ്മാൻ റൂൾ യൂഷ്വലി പ്രഡിക്റ്റ് ചെയ്യുന്നത് അസിമെട്രിക്കൽ അമീൻസിന്റെ കേസിലാണ് നമ്മൾ യൂഷ്വലി ഹോഫ്മാൻ റൂൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അതായത് സെയ്റ്റ്സഫ് റൂളിന്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഹോഫ്മാൻ റൂളിൽ വരുന്നത് അല്ലെ. കാരണം സെയ്റ്റ്സഫ് റൂളിൽ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ആരായിരുന്നു, സെയ്റ്റ്സഫ് റൂളിനകത്ത് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആയിരുന്നു അല്ലെ. അതേസമയം ഹോഫ്മാൻ റൂളിനകത്ത് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ആരാണ്, ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമോ. CH3 CH2 CH3 ഇവിടോട്ട് അമീൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. NCH3 CH3 CH3. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഹോഫ്മാൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഹൈഡ്രജൻ ഇവിടുന്ന് പോയിട്ട് ഈ ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ എടുത്തിട്ട് ഈ ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് എന്ന്. അപ്പം ഡബിൾ ബോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും 2 കാർബൺ, ഇവിടെയും 2 കാർബൺ അല്ലെ. ഡബിൾ ബോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 കാർബൺ, ഇവിടെ 1 കാർബണേ ഉള്ളൂ അല്ലെ. അപ്പൊ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹോഫ്മാൻ റൂൾ പ്രകാരം ഇതാണ് മേജർ പ്രൊഡക്റ്റ്. ഇൻ കേസ് സെയ്റ്റ്സഫ് റൂൾ പ്രകാരം ആയിരുന്നെന്നുണ്ടെങ്കിലോ ഇവരായിരുന്നു മേജർ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പൊ ക്ലോറിൻ ബ്രോമിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നിടത്താണ് നമ്മൾ യൂഷ്വലി സെയ്റ്റ്സഫ് റൂള് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അമീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്താണ് ഹോഫ്മാൻ റൂൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓർത്തിരിക്കേണ്ട കാര്യം, സെയ്റ്റ്സഫ് റൂളിനകത്ത് എന്താ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ഹോഫ്മാൻ റൂളിനകത്ത് ആരാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്, ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം ഇതായിരുന്നു. ദ ഇന്റർമീഡിയറ്റ് ഫോംഡ് ഡ്യൂറിംഗ് ദി റെയ്മറ്റൈമിയൻ റിയാക്ഷൻ. റെയ്മറ്റൈമിയൻ റിയാക്ഷനകത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ആരാണ്, കാർബോക്കേറ്റിയോൺ ആണോ, കാർബീൻസ് ആണോ, നൈട്രീൻസ് ആണോ, ബെൻസൈൻസ് ആണോ എന്നാണ് ചോദ്യം. ഇതും പല എക്സാംസിനും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കാർബീൻസ് ആണ് യൂഷ്വലി റെയ്മറ്റൈമിയൻ റിയാക്ഷനകത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ്, റെയ്മറ്റൈമിയൻ റിയാക്ഷനകത്ത് കാർബീൻസ് ആണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അതങ്ങ് ഓർത്തിരിക്കുക, അത് പല എക്സാംസിനും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ബാക്കി ചോദ്യങ്ങളുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.